അങ്ങനെയുള്ളവരോടായിരിക്കും ഭഗവാൻ ഏറ്റവും കൂടുതൽ പ്രിയമെന്ന് തോന്നുന്നു. കാരണം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ശ്രീ ദക്ഷിണാമൂർത്തയേ നമഃ. കാശ്യാം ഹി കാശ്യതേ കാശി കാശീ സർവപ്രകാശികാ സാ കാശീ വിദിതായേന തേന പ്രാപ്താ ഹി കാശികാ തേന പ്രാപ്താ ഹി കാശികാ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. കേരള കാശി എന്നറിയപ്പെടുന്ന തിരുവംപ്ലാവ് മഹാദേവ ക്ഷേത്ര സന്നിധിയിലാണ്. ഇങ്ങനൊരു സന്ദർഭത്തിൽ ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത് ഭഗവത് അനുഗ്രഹമായി കരുതുന്നു. ഇതിനു മുമ്പ് ഈ വഴിക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ഇവിടെ വരാൻ സാധിച്ചില്ല. ഇവിടെ വന്ന് നിങ്ങളോട് ഈ ഒരു സത്സംഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് മഹാദേവന്റെ തന്നെ കരുണയായിട്ട് അനുഗ്രഹമായിട്ട് കണക്കാക്കും. കാശിയെക്കുറിച്ച് പറയുമ്പോൾ കാശി എന്താണ് കാശി? നമുക്കിവിടെ ചിന്തിക്കാനായിട്ട് പറഞ്ഞ വിഷയം ഓം നമഃ ശിവായ എന്ന മന്ത്രം, പഞ്ചാക്ഷരി മന്ത്രം, അതിൻ്റെ ഒരു അർത്ഥമാണ്. ഇപ്പോൾ കാശിയും മഹാദേവനും പഞ്ചാക്ഷരി മന്ത്രവും ഇത് മൂന്നും ഒരു സ്വരൂപമുള്ളവയാണ്. ഒന്ന് സ്ഥാനം, കാശി സ്ഥാനവും തീർത്ഥവും. മഹാദേവൻ കാശിയിൽ കുടികൊള്ളുന്ന ദേവാദിദേവനും
നമഃശിവായ മഹാദേവന്റെ തിരുനാമവും തിരുമന്ത്രവുമാകുന്നു. അപ്പൊ ഈ മൂന്നിൻ്റെയും സ്വരൂപം നമുക്കെപ്പോഴും അനുഗ്രഹമായിരിക്കുന്ന ഈ മൂന്ന് സ്വരൂപവും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഈ വേളയിൽ കുറച്ച് സമയം നമുക്ക് ചിന്തിക്കാം. കാശിയെക്കുറിച്ച് പറയുമ്പോൾ ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികള് അദ്ദേഹത്തിൻ്റെ സ്തോത്രകൃതികളില് കാശി പഞ്ചകം എന്നൊരു സ്തോത്രം കൂടി എഴുതിയിട്ടുണ്ട്. ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികളുടെ ഒരു പരിചയം നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് കരുതുന്നു. കാലടിയിൽ ജനിച്ച് ഇവിടുന്ന് ഉത്തരേന്ത്യയിലേക്ക് പോയി, ഹിമാലയത്തിലേക്ക് പോയി, ഓങ്കാരേശ്വരത്ത് നിന്ന് സന്യാസം എടുത്ത് അങ്ങനെ ലോകം മുഴുവൻ ഒരു ശ്രേഷ്ഠനായ സന്യാസിയായി, വലിയൊരു തത്വജ്ഞാനിയായി അറിയപ്പെടുന്ന മഹാത്മാവായിരുന്നു ശങ്കരാചാര്യ സ്വാമിജികള്. ഇന്ന് നാം കാണുന്ന സനാതനധർമ്മത്തിൻ്റെ കലിയുഗത്തിലെ ഒരു വലിയ മഹാത്മാവ്, കലിയുഗത്തിലെ സനാതനധർമ്മത്തെ അതിൻ്റെ തലത്തിലെത്തിച്ച മഹാത്മാവായിരുന്നു ശങ്കരാചാര്യ സ്വാമിജികള്. അദ്ദേഹം ബ്രഹ്മജ്ഞാനി ആയിരിക്കെ പോലെ തന്നെ ദേവന്മാരെ കുറിച്ചും ദേവി സ്തോത്രങ്ങളും ദേവസ്തോത്രങ്ങളും അങ്ങനെ തീർത്ഥസ്തോത്രങ്ങളൊക്കെ രചിച്ചിട്ടുണ്ട്. ആ രചനകളുടെ പ്രത്യേകത, അതിലൊക്കെ ഇതിൻ്റെ ഒരു സാരം, ഈ സ്തോത്രങ്ങളുടെയും ആ സ്തോത്രം ചൊല്ലുന്നതിൻ്റെയൊക്കെ ഒരു തത്വജ്ഞാനം കൂടി അതിൽ കടത്തി വെച്ചിരിക്കുന്നു എന്നാണ്, ചേർത്ത് വെച്ചിരിക്കുന്നു എന്നാണ്. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇപ്പൊ കേരള കാശി എന്നറിയപ്പെടുന്ന ഈ സ്ഥലം, ഈ പുണ്യതീർത്ഥം, കാശിയുടെ ആവിർഭാവമായിട്ട്, കാശി എങ്ങനെയാണോ ഉത്തർപ്രദേശിലെ വാരണാസി എന്ന പേരിൽ കാശിയുള്ളത്, അതുപോലെ തന്നെ ആ ഒരു ഐതിഹ്യമനുസരിച്ച് ആ പുണ്യം ഇവിടെയും ലഭിക്കുന്നു എന്നാണ്. അപ്പൊ ഒരു സ്ഥലത്തിന് മഹാത്മ്യം ഉണ്ടാവുന്നത് ആ സ്ഥലത്തിൻ്റെ അനാദികാലമായിട്ടുള്ള മഹാത്മ്യം കൊണ്ടാകാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഐതിഹ്യം, പ്രത്യേക ഒരു സംഭവം, ഏതെങ്കിലും മഹാത്മാക്കളുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം, അല്ലെങ്കിൽ ദേവന്മാരുടെ, സ്വയംഭൂവായിട്ടുള്ള ദേവന്മാരുടെ ആവിർഭാവം, ഇങ്ങനെയൊക്കെയാണ് ഒരു സ്ഥലത്തിന് മഹാത്മ്യം ഉണ്ടാകുക, അതൊരു തീർത്ഥസ്ഥാനമായിട്ട് മാറുക. ഇപ്പൊ ഇവിടെ ആ ഐതിഹ്യം നോക്കുമ്പോൾ അങ്ങനെ തീർത്ഥസ്ഥാനമാവാനുള്ള ഒരു മഹാത്മാവിന്റെ ഒരു ഐതിഹ്യമുണ്ട്, ഒരു കാശി യാത്രയുടെ ഒരു ഐതിഹ്യമുണ്ട്. അതുപോലെ സ്വയംഭൂവായിട്ടുള്ള ദേവന്റെ ആവിർഭാവവും ഇവിടെയുണ്ട്. അത്രയും ശാന്തമായ, സ്വസ്ഥമായ ഒരു അന്തരീക്ഷം. ഇപ്പൊ എന്താണ് ഈ ദേവതാ സങ്കല്പത്തിൽ നിന്നും ഇതിൽ നിന്നും നമുക്ക് ഉണ്ടാകുന്നതെന്ന് ആചാര്യസ്വാമിജികൾ പറയുന്നുണ്ട്.
കാശി എന്ന് പറയുന്നത് ജ്ഞാനമാണ്. കാശി ശബ്ദം പ്രകാശ ശബ്ദത്തിന്റെ ചുരുക്കമാണ്. അല്ലെങ്കിൽ വാസ്തവത്തിൽ ഈ പ്രകാശ ശബ്ദം ഉണ്ടായിരിക്കുന്നത് കാശി ശബ്ദത്തിൽ നിന്നാണ്. പ്രകാശം എന്നുള്ളതിൽ നിന്ന് ആ പ്രാ അങ്ങ് മാറ്റിയാൽ കാശ് എന്ന് പറയുന്ന ധാതു സംസ്കൃതത്തിലുണ്ട്. കാശ്ര ദീപ്തവും പ്രകാശാർത്ഥത്തിലാണ് ആ ധാതു ഉള്ളത്. അതിൽ നിന്നാണ് കാശി എന്ന ശബ്ദം ഉണ്ടാകുക. പ്രകാശം ജ്ഞാനത്തിന്റെ പര്യായമായിട്ട്, ജ്ഞാനത്തിന്റെ ഉപമയായിട്ട് ഉപയോഗിക്കാറുണ്ട്. എവിടെയൊക്കെയാണ് ഒരു ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നത് അവിടെ നമ്മൾ പ്രകാശത്തെക്കുറിച്ചാണ് പറയുക. പ്രകാശം, ജ്ഞാനം എന്ന രൂപകമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ കാശിയില്, ജ്ഞാനരൂപമായ കാശിയില് അതിൻ്റെ പ്രതീകമായിട്ട് നമ്മൾ മഹാദേവനെ പൂജിക്കുന്നു, കാശി തീർത്ഥത്തില് സ്നാനം ചെയ്യുന്നു, തർപ്പണം ചെയ്യുന്നു, കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മനസ്സ്, ശരീരം ഇവ പവിത്രമായി ജ്ഞാനത്തിനുള്ള യോഗ്യത നമ്മളിൽ കൈവരുന്നു. ഇതാണ് ഓരോ തീർത്ഥത്തിനും ഓരോ നാമം കൊടുക്കുമ്പോൾ ആ നാമത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. മിക്കവാറും ക്ഷേത്രങ്ങൾക്കും തീർത്ഥങ്ങൾക്കൊക്കെ അവിടെ അധിഷ്ഠാന ദേവനായിട്ടുള്ള ദേവന്റെ പേരിലാണ് ആ സ്ഥലം അറിയപ്പെടുക. അല്ലെങ്കിൽ സ്ഥലത്തിന്റെ പേര് ചേർത്ത് ദേവനെ നമ്മൾ പറയും. അപ്പൊ കാശി എന്ന ഉത്തർപ്രദേശിൽ ഇപ്പോ ഉള്ള വാരണാസി, അത് വാരുണി, അസി എന്ന രണ്ട് നദികളുടെ മധ്യഭാഗത്ത് ഇടതും വലതുമായിട്ട് കാശി, വാരുണി, അസി എന്ന രണ്ട് നദികളുണ്ട്. ആ രണ്ട് നദികളുടെ മധ്യഭാഗത്ത് വരുന്ന ഗംഗ തടത്തെയാണ് കാശി ക്ഷേത്രം എന്ന് പറയുക. അവിടെ ഗംഗ ഉത്തരവാഹിനിയായിട്ട് തിരിഞ്ഞു പോകും എന്നുള്ള ഒരു വിശേഷത കൂടിയുണ്ട്. അത് ജോഗ്രഫിക്കലി അങ്ങനെ കാണാൻ പറ്റും. അതാ ക്ഷേത്രത്തിന്റെ പൗരാണികമായിട്ടുള്ള, ആ സ്ഥലത്തിന്റെ പൗരാണികമായിട്ടുള്ള രൂപമാണ്. എന്നാൽ അതൊരു പ്രതീകമാണ്. ആ കാശി ക്ഷേത്രം, കാശി തന്നെ ഇപ്പൊ ഇവിടെ കാശി നാമധേയം വന്നു. അതുപോലെ തെങ്കാശി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഭാരതത്തിൽ പല സ്ഥലത്തും ഈ കാശിയുടെ പേരില് തീർത്ഥങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ അവിടെ ഉത്തരകാശി എന്ന് പറയുന്ന സ്ഥലവും അങ്ങനെയാണ്. അവിടെ തന്നെ ഗുപ്തകാശി എന്ന് പറയുന്ന അവിടെയും കാശിയുണ്ട്. ഇങ്ങനെ ഈ പേര് അതിലിങ്ങനെ ചേർന്ന് പോകുന്നുണ്ട്. അതിനർത്ഥം ഈ പേരിലൂടെ അല്ലെങ്കിൽ ആ സ്ഥാനത്തിന്റെ വിശേഷത കാണിക്കാനായിട്ട് ഈ ഒരു ഗുണം കൂടി, ആ ജ്ഞാനമാകുന്ന ഗുണം കൂടി അവിടെ വരുന്നു എന്നാണ്. എന്നാൽ മാത്രമേ അത് കാശിയാവുള്ളൂ. അപ്പൊ നമ്മൾ പുറത്ത് കാണുന്ന സ്ഥൂലമായ ഒരു സ്ഥലം അല്ലെങ്കിൽ തീർത്ഥസ്ഥാനം, അമ്പലം എന്നൊക്കെയുണ്ട്. അതിൻ്റെ അകത്ത് നമ്മുടെ ഏകാഗ്രത കൊണ്ടും ധ്യാനം കൊണ്ടും ചിന്തനം കൊണ്ടും ഭക്തി കൊണ്ടും അറിയാൻ കഴിയുന്ന ഒരു കാശിയുണ്ട്. അതാണ് ശരിക്ക് ആത്മാവിന്റെ സ്വരൂപമായിട്ടുള്ള, ജ്ഞാനസ്വരൂപമായിട്ടുള്ള കാശി. അപ്പൊ കാശ്യാഹി കാശ്യത്തെ കാശി, കാശി സർവപ്രകാശിക എന്നാണ് കാശി പഞ്ചകത്തിൽ അവസാന ശ്ലോകം പറയുന്നത്. കാശി പ്രകാശരൂപമാണ്. ആ കാശി അറിയുന്നത് നമ്മുടെ ഉള്ളിലുള്ള കാശിയെ നാം തിരിച്ചറിയുമ്പോഴാണ്. ആ ഉള്ളിലുള്ള കാശിയിലേക്ക് പ്രവേശിക്കാനായിട്ട്, അതിനെ തിരിച്ചറിയാനായിട്ട് നമ്മൾ കാശി ക്ഷേത്രത്തിൽ പോയി അവിടെ സ്നാനവും കർമ്മങ്ങളും ധ്യാനവും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ആ ഉള്ളിലുള്ള കാശിയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും.
അങ്ങനെ കാശിയിൽ പ്രകാശിക്കപ്പെടുന്ന ആന്തരികമായ ആ കാശി ആത്മാവിന്റെ സ്വരൂപമാണ്, ആത്മാവാണ്. അങ്ങനെയുള്ള ആത്മാവാണ് സർവപ്രകാശിക ആയിട്ടിരിക്കുന്നത്. സാ കാശി വിദിതായേന തേന പ്രാപ്താഹി കാശിക. ആ ഉള്ളിലുള്ള കാശിയെ, നമ്മുടെ എല്ലാം ഉള്ളിൽ നിലകൊള്ളുന്ന ആത്മരൂപത്തിൽ ആത്മതീർത്ഥമാകുന്ന ആ കാശിയെ ആരറിയുന്നുവോ അയാള്, ആ സാധകൻ ശരിക്കുള്ള കാശിയെ അറിഞ്ഞു എന്നാണ്. അങ്ങനെയാണ് ഭഗവത്പാദ ആചാര്യ സ്വാമിജികൾ പറയുന്നത്. ഇതാണ് ശരിക്ക് തീർത്ഥങ്ങളുടെ യഥാർത്ഥമായ പ്രയോഗം. യഥാർത്ഥമായ ആ ഫലം അല്ലെങ്കിൽ ആത്യന്തികമായി നമ്മൾ തീർത്ഥസ്ഥാനങ്ങളിലൂടെ പ്രാപിക്കാൻ ശ്രമിക്കേണ്ടത് ഈ ഒരു ആധ്യാത്മികമായ ഫലമാണ്. അപ്പൊ അതിലേക്ക് പടിപടിയായി നമുക്ക് പോകേണ്ടതുണ്ട്. ആചാര്യസ്വാമിജികള് ആ ജ്ഞാനാവസ്ഥയിൽ നിന്ന് ഇത് പറയുമ്പോൾ നമുക്കത് സരളമായി തോന്നും. ഇതാണ് അതിന്റെ തത്വം എന്ന് പറയുമ്പോൾ അത് സരളമായി തോന്നും. പക്ഷേ അതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമുക്ക് ആ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ കർത്തവ്യങ്ങളായിട്ട് ശരീര സംബന്ധം കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഏത് തലത്തിലാണോ ജീവിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട്, ഏത് അവസ്ഥയിലാണോ ജീവിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് കുടുംബപരവും സാമൂഹികവുമായിട്ടും ആയിട്ടുള്ള കർത്തവ്യങ്ങൾ, വൈയക്തികമായിട്ടുള്ള കർത്തവ്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യാനുള്ള സ്ഥലം കൂടി, സ്ഥൂല രൂപത്തിൽ ആ സ്ഥലം കൂടിയാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പൊ എന്താണോ കാശിയിൽ പോയി ചെയ്യാൻ കഴിയുന്നത് അത് നമുക്കിവിടെ ചെയ്യാം, ഈ കേരള കാശിയിലും ചെയ്യാം. അപ്പൊ അവിടെ കർമ്മം നമുക്കിവിടെ തർപ്പണാദി കർമ്മങ്ങൾ ചെയ്യും, കാശിയിലും തർപ്പണാദി കർമ്മങ്ങൾ ചെയ്യാറുണ്ട്, ഇവിടെയും ചെയ്യും. അത് നമ്മുടെ ശുദ്ധീകരണത്തിന്റെ ഒരു ആദ്യ പടിയാണ്. നമുക്ക് ശരീരം കിട്ടിയിരിക്കുന്നു, ശരീരത്തിന് ശരീര സംബന്ധമായി പിതൃസംബന്ധമുണ്ട്. അങ്ങനെ പൈതൃകമായി കിട്ടിയ ആ ഒരു അനുഗ്രഹമാണ് നമ്മുടെ ഈ ശരീരത്തിന്റെ ഇന്നത്തെ നില. അതുകൊണ്ട് പിതൃക്കളോട് കൃതജ്ഞത, അവരോട് ഒരു ശ്രദ്ധ ഭാവം, ഭക്തിഭാവം പ്രകടിപ്പിക്കേണ്ടത് ഒരു സാധാരണ ധർമ്മമാണ്. അപ്പൊ അങ്ങനെ ശ്രദ്ധ പ്രകടിപ്പിക്കുന്ന കർമ്മത്തെയാണ് നമ്മൾ ശ്രാദ്ധം എന്ന് പറയുന്നത്. അപ്പൊ പിതൃക്കളോടൊരു ശ്രദ്ധ പ്രകടിപ്പിക്കുക. എന്തിനാ പിതൃക്കളോട് ശ്രദ്ധ പ്രകടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവരോട് അങ്ങനെ ഒരു കൃതജ്ഞത കാണിക്കുന്നത്? പിതൃക്കളുടെ ആ മഹത്തായിട്ടുള്ള അനുഗ്രഹം കൊണ്ടാണ് നമ്മുടെ ഈ ശരീരം നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഈ ശരീരം കിട്ടിയിരിക്കുന്നത് പിതാക്കന്മാരിൽ നിന്നാണ്, നമ്മുടെ പൈതൃകമായി നമുക്ക് കിട്ടിയതാണ്. അപ്പൊ ഈ ശരീരത്തിന്റെ ഗുണങ്ങൾ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നിവിടെ ഈ ശരീരം കൊണ്ട് നമുക്ക് ആധ്യാത്മികവും ഭൗതികവും ഒക്കെ ആയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് സുഖം പ്രാപിക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നത് ആ പിതൃക്കളുടെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പൊ ആ ഭാവത്തിലാണ് നമ്മൾ ശ്രാദ്ധം ചെയ്യുന്നത്. അപ്പൊ അത് ആദ്യത്തെ ഒരു കർമ്മമാണ്, നിത്യകർമ്മങ്ങളിൽ പെടുന്നതാണ് ഈ പിതൃതർപ്പണം, ഋഷിതർപ്പണം, ദേവതർപ്പണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവിടുന്ന് തുടങ്ങി കുളിച്ച് വൃത്തിയായി ഭാവത്തോടുകൂടി അന്ധകരണ പരിശുദ്ധിയോടുകൂടി ദേവദർശനം ചെയ്യുന്നു. അപ്പൊ ദേവദർശനം ചെയ്യുന്നത് ആന്തരികമായ ഉപാസനയാണ്. അപ്പൊ ഒരു അമ്പലത്തിൽ പോകുമ്പോൾ ഇതെല്ലാം ഒരുമിച്ച് അവിടെ നടക്കുകയാണ്. അപ്പൊ ദേവദർശനം ചെയ്യുമ്പോൾ വിശ്വവ്യാപകമായിട്ടുള്ള ആ പരമാത്മ സത്തയെ നാം ഒരു പ്രത്യേക സ്ഥാനത്ത് സങ്കല്പിച്ചുകൊണ്ട് കാണും. ദേവനെ നാം ദർശിക്കുമ്പോൾ അവിടെ ഒരു വിഗ്രഹത്തെ മാത്രമല്ല ദർശിക്കുന്നത്,
അല്ലെങ്കിൽ കൽരൂപത്തിലോ തടി കൊണ്ടോ ലോഹങ്ങൾ കൊണ്ടോ നിർമ്മിക്കപ്പെട്ട അലങ്കാരങ്ങളൊക്കെ ചാർത്തിയിട്ടുള്ള സുന്ദര സുശോഭിതമായിട്ടുള്ള ആ വിഗ്രഹത്തെ അല്ല നാം ദർശിക്കുന്നത്. വിഗ്രഹം ഒരു മാധ്യമമാക്കി സർവവ്യാപിയായ ചൈതന്യത്തിന്റെ ഒരു ആവിർഭാവം, നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള ഒരു ആവിർഭാവം എന്ന രീതിയിലാണ് ആ വിഗ്രഹത്തെ നാം ദർശിക്കുന്നത്. അപ്പൊ അവിടെ ഉപാസന സംഭവിക്കുന്നു, ധ്യാനം സംഭവിക്കുന്നു. ഇങ്ങനെ അത് തീർത്ഥസ്ഥാനമാകുന്നു. എന്താണ് ഈ തീർത്ഥം എന്ന് പറഞ്ഞാൽ? തീർത്ഥം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പവിത്രീകരിക്കുന്നത് എന്നാണ്. തീർത്ഥി കുർവന്തി തീർത്ഥാനി എന്നൊരു ചൊല്ലുണ്ട് സംസ്കൃതത്തിൽ. അപ്പൊ മഹാത്മാക്കളുടെയൊക്കെ തപസ്സുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, മിക്കവാറും എല്ലാ അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നാം നോക്കുമ്പോൾ അവിടെയെങ്കിലും എല്ലാ സ്ഥലത്തും ഒരു മഹത് ഐതിഹ്യം ഉണ്ടാകും. ഒരു മഹാത്മാവിന്റെ കഥയോ ഒരു തപസ്വിയുടെ കഥയോ ഒരു ഋഷിയുടെ കഥയോ ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ആരെങ്കിലും പ്രത്യേക തപസ് ചെയ്ത് സങ്കല്പം ചെയ്ത് ഭഗവാനെ അവിടെ ആവാഹിച്ചു വരുത്തി എന്നൊക്കെയുള്ള കഥയുണ്ടാകും. അങ്ങനെയാണ് നമ്മുടെ മിക്കവാറും അമ്പലങ്ങളൊക്കെ. അപ്പൊ തീർത്ഥം എന്ന് പറയുന്ന ആ ശബ്ദത്തിൽ നിന്ന് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ബാഹ്യമായ കർമ്മങ്ങളും ഉപാസനപരമായ കർമ്മങ്ങളും ഭക്തിയുടെ ഭാവം ഉണർത്തുന്നതായിട്ടുള്ള ചില സാഹചര്യങ്ങളൊക്കെ ആ തീർത്ഥസ്ഥാനത്ത് ഉണ്ടാവും. കാരണം തീർത്ഥത്തിൽ നമ്മൾ പോകുമ്പോൾ തീർത്ഥം നമ്മെ പവിത്രീകരിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് അമ്പലത്തില് ദേവനെ ദർശിക്കുന്നതിന് മുമ്പായിട്ട് തീർത്ഥ ദർശനം ചെയ്ത് കൈകാലുകൾ കഴുകുകയോ കുളിക്കുകയോ ഒക്കെ ചെയ്ത്, പഴയ കാലത്തൊക്കെ അമ്പലങ്ങളിൽ പോകുന്നതിന് മുമ്പായിട്ട് ഈറനോടെ പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പോഴതൊക്കെ അങ്ങനെ മാറി മാറി പോകുന്നുണ്ട്. കുളിച്ച് ഈറനോടെ ആയിരുന്നു ദേവദർശനം ചെയ്തിരുന്നത്. അങ്ങനെ അമ്പലങ്ങള് അത് ഏതായാലും ആചാര്യസ്വാമിജികൾ പറയുന്നത് പോലെ അത് വാസ്തവത്തില് നമ്മളെ പവിത്രീകരിക്കുന്നതാണ്. ആ പവിത്രീകരണത്തിന്റെ പൂർണ്ണമായ ഫലം നമുക്ക് കിട്ടുന്നത് ലൗകികമായ ഫലങ്ങളും ഉണ്ടാകും. നമ്മുടെ മനസ്സ് പവിത്രമാകുന്നു. അപ്പോൾ മനസ്സിലുണ്ടാകുന്ന സങ്കല്പങ്ങളൊക്കെ ഭഗവാനിൽ നമുക്ക് സമർപ്പിക്കാൻ കഴിയുന്നു. ആ ഭഗവത് സമർപ്പണം കൊണ്ട് കൂടുതൽ കൂടുതൽ നമുക്ക് ഭഗവാനിലേക്ക് അടുക്കാൻ കഴിയുന്നു. അങ്ങനെ അടുക്കുമ്പോൾ നമുക്ക് ആത്മശുദ്ധിയും ആ ജ്ഞാനത്തിനുള്ള യോഗ്യതയൊക്കെ ലഭിക്കുന്നു. അപ്പോ ഒരു സമയത്ത് ജ്ഞാനവൈരാഗ്യ യമദമാദികളൊക്കെ സിദ്ധിച്ച് ജ്ഞാനം ലഭിക്കുന്നു എന്ന സ്ഥിതി വരും. അതാണ് ആത്യന്തികമായിട്ട് ഉണ്ടാവുക. അപ്പൊ 4 വിധ പുരുഷാർത്ഥങ്ങൾ, ധർമാർത്ഥ കാമ മോക്ഷങ്ങളിൽ പറയുന്ന പുരുഷാർത്ഥങ്ങളൊക്കെ ഈ ഒരു വഴിക്ക് തന്നെ സിദ്ധിക്കുന്നു. അതുകൊണ്ട് കാശി ക്ഷേത്രത്തെ മോക്ഷസ്ഥാനമാണ്, മോക്ഷതീർത്ഥമായിട്ടാണ് പറയുന്നത്. എങ്കിലും ഈ കാശി ക്ഷേത്രത്തില്, കാശി തീർത്ഥത്തില് ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും ഒക്കെ ഉണ്ടാവും. മോക്ഷം പരമമായിട്ടുള്ള സ്ഥാനം നടത്തും. വാരണാസിയെ കുറിച്ച് പറയുമ്പോൾ എല്ലാ പുരാണങ്ങളിലും നമുക്ക് 18 മഹാപുരാണങ്ങളും 18 ഉപപുരാണങ്ങളും മഹാഭാരതവും രാമായണവും ഒക്കെ ഉണ്ട്. എല്ലാത്തിലും വാരണാസി കാശിയെക്കുറിച്ച് ഏതെങ്കിലും രീതിയിലുള്ള ഉപാഖ്യാനം കഥകളുണ്ട്. അതിലൊക്കെ തന്നെ ഈ കാശി ക്ഷേത്രത്തില് ജീവിക്കുന്നവർക്ക് അല്ലെങ്കിൽ അവിടെ തപസ്സനുഷ്ഠിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഫലങ്ങളെ കുറിച്ച് പറയുമ്പോൾ മഹാദേവൻ നേരിട്ട് തന്നെ വന്ന് മന്ത്രം ഉപദേശിച്ച്, താരകമന്ത്രം ഉപദേശിച്ച് അവരെ മുക്തരാക്കുമെന്നാണ്. മന്ത്രമെന്ന് ഓങ്കാരത്തിനും താരകമന്ത്രമെന്ന് പേരുണ്ട്. അതുപോലെ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് കലിസന്തരണ ഉപനിഷത്തിൽ വന്ന ഈ നാമമന്ത്രത്തിനും താരകമന്ത്രമെന്ന് പേര് പറയാറുണ്ട്. അപ്പൊ ഈ മന്ത്രം ഉപദേശിച്ച് മഹാദേവൻ നേരിട്ട് തന്നെ അവരെ മുക്തരാക്കുമെന്നാണ് ഈ പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്നൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? ആ മഹാദേവൻ നേരിട്ട് വന്ന് ഉപദേശിക്കുക, അവരെ മുക്തരാക്കുക എന്ന് പറഞ്ഞാൽ ഈ മന്ത്രങ്ങളുടെ ഉപദേശത്തോടു കൂടി ജ്ഞാനോപദേശമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്.
അതുകൊണ്ടാണ് ആചാര്യസ്വാമിജികൾ പറഞ്ഞത് സാ കാശി വിദിതായേന തേന പ്രാപ്താഹി കാശിക. അങ്ങനെ ബാഹ്യമായി കാണുന്ന സ്ഥൂല കാശിയുടെ ഉള്ളിലിരിക്കുന്ന ആന്തരികമായ കാശിയെ നാം അറിഞ്ഞാൽ ആ അറിവാണ് നമ്മെ മോക്ഷത്തിലേക്ക് എത്തിക്കുക. ആ അറിവിനെ പ്രാപിക്കുന്നവൻ ശരിയായ കാശിയിലെത്തും. അപ്പൊ നമ്മൾ മഹാദേവന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുമ്പോൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? അതെപ്പോഴും നമുക്ക് കൺഫ്യൂഷനാണ്. കാരണം ഈ സത്സംഗമൊക്കെ കേൾക്കുമ്പോൾ സ്വാമിമാരും അല്ലെങ്കിൽ പ്രഭാഷകരും ഒക്കെ പറയുന്നത് എപ്പോഴും മോക്ഷത്തെക്കുറിച്ച് ചിന്തിക്കണം, അല്ലെങ്കിൽ മോക്ഷത്തെ ചോദിക്കണം എന്നൊക്കെയാണ്. പക്ഷെ അമ്പലത്തിൽ ഭഗവാന്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ നമ്മൾ മോക്ഷത്തെക്കുറിച്ച് ആയിരിക്കില്ല ഓർക്കുക. പിന്നെന്താ ഓർക്കുക? നമ്മളെ കുടുംബത്തുള്ള വേവലാതികളും അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങളും പ്രശ്നങ്ങളും ഇതൊക്കെ ആയിരിക്കും ഓർക്കുക. ഈ മോക്ഷം എന്ന സാധനം ഇപ്പൊ ഉടനെ കിട്ടിയിട്ടൊന്നും വലിയ കാര്യമില്ല, അല്ലെങ്കിൽ അത് അത്ര താല്പര്യമില്ല. അത് പ്രാക്ടിക്കലി ഇപ്പൊ എവിടെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് അറിയില്ല, എന്താണ് ഈ മോക്ഷം എന്നും അറിയില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഭഗവാൻ വന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് വേണം എന്നൊരു ഒറ്റ അടിക്ക് ചോദിച്ചാൽ പെട്ടെന്ന് നമ്മൾ പറയുക മോക്ഷം വേണമെന്നായിരിക്കില്ല, അല്ലേ? അങ്ങനെ പറയുന്നവരുണ്ടാവോ? സാധ്യത കുറവാണ്. മോക്ഷം വേണമെന്നായിരിക്കില്ല. പിന്നെന്താ? വേറെ എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത്, ദിവസവും രാവിലെയും വൈകുന്നേരവും ഒക്കെ ഏതിനെ കുറിച്ചാണോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതായിരിക്കും നമ്മുടെ മനസ്സിൽ വരിക. അതുകൊണ്ട് ഭഗവത്ഗീതയില് ഭഗവാൻ ഒരു കാര്യം പറയുന്നുണ്ട് അക്ഷരബ്രഹ്മയോഗത്തിലാണ്. അന്ധകാലേച മാമേവ സ്മരൻ മുക്ത്വാ കളേബരം. അന്ധകാലത്തിൽ, അവസാന കാലത്തില് എന്നെ ഓർത്തുകൊണ്ട് ആര് ശരീരം വെടിയുന്നുവോ അവൻ എന്നെ തന്നെ പ്രാപിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ അന്ധകാലത്തിൽ അങ്ങനെ ഓർക്കണമെങ്കിൽ, ഭഗവാനെ അന്ധകാലത്തിൽ ഓർക്കണമെങ്കിൽ ഇത് അന്ധകാലം വരെ കാത്തിരുന്നാൽ പറ്റുമോ? അന്ധകാലമാകട്ടെ അപ്പോഴേക്കും ഓർക്കാം. അങ്ങനെ കരുതിയിരുന്നാൽ അത് സാധ്യമല്ല. കാരണം അന്ധകാലത്തിൽ ഓർക്കുന്നത് നമ്മുടെ ഉള്ളില് ഏറ്റവും കൂടുതൽ വേവലാതി ഉണ്ടാക്കിയിട്ടുള്ള, പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഏതിന് ഓർത്താണോ ബുദ്ധിമുട്ടിയിട്ടുള്ളത് അതായിരിക്കും അവസാന സമയത്ത് ഓർമ്മ വരിക. അല്ലാതെ ചെയ്ത നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നും ഓർമ്മ വരണമെന്ന് ഇല്ല. അങ്ങനെ വരണമെങ്കിൽ ആജീവനം അത് അഭ്യസിച്ചു കൊണ്ടേയിരിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ അന്ധകാലത്തിൽ ഓർമ്മ വരുള്ളൂ. അതുപോലെ ഭഗവാന്റെ മുന്നിൽ ചെന്ന് നമ്മൾ പെട്ടെന്ന് മുന്നിൽ എത്തുമ്പോ, ഇപ്പോ വലിയ തിരക്കുള്ള അമ്പലത്തിലൊക്കെ ഗുരുവായൂരപ്പനെ ഒക്കെ ദർശിക്കാൻ നമ്മൾ പോകുമ്പോൾ ഗുരുവായൂരപ്പന്റെ ആ നടയിൽ ദർശിക്കാൻ ഒരു വേള, എന്താ പറയാ, ഒരു നിമിഷം മാത്രമേ നമുക്കവിടെ നിൽക്കാൻ കഴിയുള്ളൂ. പക്ഷെ ആ നിമിഷം നമ്മൾ നിന്ന് പ്രാർത്ഥിക്കുന്നത് എന്ത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് പരമമായി പ്രാപിക്കേണ്ടത് എന്ത്? ബാക്കി താത്കാലികമായി ഉണ്ടാകുന്നത് വരും പോകും. സുഖം ഇന്ന് വന്നു, കുറച്ച് സമയം നിൽക്കും, നാളെ പിന്നെ പോകും, വീണ്ടും ദുഃഖം വരും, വീണ്ടും സുഖം വരും. ഇതിങ്ങനെ വന്നു പൊക്കൊണ്ടേയിരിക്കും. ഒരസുഖം വന്നു, മാറി, പിന്നെ ഒരു അസുഖം വന്നു. ഈ ഋതുക്കളൊക്കെ ഇങ്ങനെ മാറുന്നത് പോലെ ഓരോ ഋതു മാറുമ്പോഴും അതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകും. ഇപ്പോ വേനൽക്കാലം വരാൻ പോകുന്നു. ഇനി വേനൽക്കാലം വരുമ്പോൾ ഭയങ്കരമായ ചൂട്, മഴക്കാലം വരുമ്പോൾ ഭയങ്കരമായ മഴ. ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഈ സുഖദുഃഖങ്ങളും ഋതുക്കളും മാറുന്നത് പോലെ, അല്ലെങ്കിൽ രാത്രിയും പകലും വരുന്നത് പോലെ ഇങ്ങനെ മാറിക്കൊണ്ടേ വരും. പക്ഷെ അൾട്ടിമേറ്റ്ലി അവസാനമായിട്ട് നമ്മൾ എന്താണ് നമ്മുടെ ജീവിതം കൊണ്ട് ആഗ്രഹിക്കുന്നത്, അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും അതിനെക്കുറിച്ച് നമ്മൾ ഭഗവാനോട് എന്താ പറയാ ആഗ്രഹിക്കുകയും ചെയ്താൽ അത് അങ്ങനെയുള്ളവരോടായിരിക്കും ഭഗവാൻ ഏറ്റവും കൂടുതൽ പ്രിയമെന്ന് തോന്നുന്നു. കാരണം അവരെയാണ് ഭഗവാൻ തന്റെ യഥാർത്ഥ ഭക്തരായി കണക്കാക്കുക. യോമാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഭാവം നമുക്ക് അറിയാൻ കഴിയണം. അതാണ് ഈ കാശി ക്ഷേത്രത്തിന്റെ മഹാത്മ്യം. ഇവിടെ നാമം, ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ പേര് കേട്ടപ്പോ എനിക്ക് പറയാൻ തോന്നിയത്. അപ്പൊ അങ്ങനെ ഒരു കാശിയാണ് ഈ കാശി. ഇവിടെ നമുക്ക് അങ്ങനെ ആധ്യാത്മികമായ ചിന്തനങ്ങള് ചെയ്യാൻ കഴിയണം. അങ്ങനെ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്തരം ക്ലാസ്സുകളും ചിന്തനങ്ങളും
ചർച്ചകളും ഒക്കെ നടക്കുന്നത് ഈ കാശി ക്ഷേത്രത്തിന്റെ ആ ആന്തരികമായ കാശിയെ, ജ്ഞാനരൂപമായ കാശിയെ മഹാദേവന്റെ അനുഗ്രഹത്തോടു കൂടി, അദ്ദേഹത്തിന്റെ ദർശന സ്പർശനങ്ങളോട് കൂടി നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയും, നമുക്കത് അനുഭവിക്കാൻ കഴിയും.